രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ എലീശ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെയേറെ പ്രസക്തമാണ്. പറക, നിന്റെ വീട്ടിൽ നിനക്കെന്തുള്ളൂ? പ്രവാചകൻ ഈ ചോദ്യം ചോദിക്കുന്നത് തൻ്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടെ ഓടി വന്ന് വളരെ വ്യസനത്തോടുകൂടെ പരാതി പറഞ്ഞ ഒരു സഹോദരിയോടാണ്. എന്തായിരുന്നു പരാതി? ആ സഹോദരിയുടെ ഭർത്താവ് പ്രവാചക ശിഷ്യനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്നതായ കടങ്ങൾ വീട്ടുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കടക്കാർ വന്ന് ഈ സഹോദരിയുടെ മക്കളെ പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കുവാനായി വന്നിരിക്കുന്നു. അങ്ങനെ ഏറ്റവും വലിയ വർദ്ധിച്ച സങ്കടത്തിൻ്റെ മുൻപാകെ ഈ സഹോദരി ഓടി പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്ന് പറയുകയാണ്, യജമാനനെ, എന്നെ രക്ഷിക്കണം, എൻ്റെ മക്കളെ ഇതാ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു, അതുകൊണ്ട് രക്ഷിക്കണം. അപ്പോഴാണ് പ്രവാചകൻ ഈ സഹോദരിയോട് ചോദിക്കുന്നത്, പറക, നിൻ്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? ഞാൻ എന്ത് സഹായമാണ് നിനക്ക് ചെയ്തു തരേണ്ടുന്നത്? നിൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് നിനക്കുള്ളത്? നിൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതായ ചോദ്യം വളരെയേറെ പ്രസക്തമാണ്. ഒരു 40 വർഷം മുൻപായിരുന്നുവെങ്കിൽ അന്നത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ എന്ത് പറയുമായിരുന്നു? നമ്മുടെ വീട്ടിലുള്ളതായ സാധന സാമഗ്രികളുടെ പേരുവിവരം പറയുമായിരുന്നു. ഒരു 40-50 വർഷങ്ങൾക്ക് മുൻപ് ഈ കേരളത്തിലെ സാധാരണ സാഹചര്യങ്ങളിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ സാമാന്യമായി അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. അന്ന് മിക്ക വീടുകളിലും കരുതിയിരുന്ന ചില സാധനങ്ങളുണ്ടായിരുന്നു. ആട്ടുകല്ല്, ഉരല്, പരമ്പ്, ഏണി. ഏണി എന്തിനാണെന്ന് ചോദിച്ചാൽ കുരുമുളക് പറിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ പണിയായുധങ്ങളാണ് തൂമ്പ, മൺവെട്ടി, കോടാലി തുടങ്ങിയ സാധനങ്ങളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ അപ്പച്ചന് കോലായിൽ ചാരിക്കിടക്കുന്നതിനുള്ള ഒരു ചാരുകസേര. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായ ഉപകരണങ്ങളായിരുന്നു. എന്നാൽ കാലം മാറി. ഇന്നത്തെ കാലത്താണ് ഇങ്ങനെയൊരു ചോദ്യമെങ്കിൽ നിൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് നിനക്കുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് മറുപടി പറയുന്നത്? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, പിന്നെ ആഡംബര കാറുകൾ, പിന്നെ അങ്ങനെ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടാകാം. പഴയ കാലത്ത് ചോദിച്ചാൽ ഒരു കാര്യം കൂടെ അവർ പറയുമായിരുന്നു. വീടുകളിൽ എല്ലാ ദിവസവുമുള്ള ഭവന പ്രാർത്ഥനകൾ, രാവിലെയും വൈകുന്നേരവും ഒക്കെയുള്ള വീട്ടുപ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകൾ, പിന്നെ സന്തോഷം, സമാധാനം, എല്ലാവരും ഒരുമിച്ചിരുന്നുള്ളതായ സംസാരങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്താണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ ഒന്നും പറയാനേ ഇല്ല. പ്രാർത്ഥനകളില്ല, ഒരുമിച്ചിരുന്നുള്ളതായ സംഭാഷണങ്ങളില്ല. അങ്ങനെ പഴയ കാലത്തിൻ്റെ മുഖമുദ്രയായിരുന്ന അനേക കാര്യങ്ങൾ ഇന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയാണ്. ഈ ആധുനിക കാലത്ത് എല്ലാവിധ സാഹചര്യങ്ങളും മാറി വന്നപ്പോൾ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി എടുത്തു പറയത്തക്കതായ ഒരു സംഗതി എന്ന് പറയുന്നത് വീട്ടിനുള്ളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. സമാധാനമില്ല, സന്തോഷമില്ല, വീട്ടിനുള്ളിൽ ഒരുമിച്ചുള്ളതായ പ്രാർത്ഥനകളില്ല, പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനകളില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അന്യം നിന്ന് പോയിരിക്കുന്നു. എലീശ പ്രവാചകൻ ഈ സഹോദരിയോട് ചോദിക്കുമ്പോൾ സഹോദരി പറയുന്നതായ മറുപടി, എൻ്റെ വീട്ടിൽ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അതൊരു ഭരണി എണ്ണയാണ്, മറ്റൊന്നും എനിക്കില്ല എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ ആ ഒരു ഭരണി എണ്ണയാണ് ആ ഭവനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീർന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മതിയായ ഒരു സാധനം ആ എണ്ണയായിരുന്നു. അത് അവർ കരുതിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും കരുതിയില്ല എങ്കിലും അവർ ആ എണ്ണ കരുതിയിരുന്നു എന്നുള്ളത് കുറിക്കൊള്ളേണ്ടുന്നതായ ഒരു കാര്യമാണ്. പഴയ കാലത്ത് എണ്ണയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പഴയ നിയമകാലങ്ങളിൽ എണ്ണ അവർ എപ്പോഴും അവരുടെ കയ്യിൽ കരുതിയിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന് ലാബാൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ തൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കുപ്പിയിൽ അല്പം എണ്ണയല്ലാതെ. കാരണം താൻ തൻ്റെ ഭവനത്തിൽ നിന്ന് വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്തിരുന്നുവെങ്കിൽ
ഒരു കല്ല് തലയണയായി വെച്ച് കിടക്കുകയില്ലായിരുന്നു. താൻ എടുത്തിട്ടുള്ളതായ ഈ തുണികളൊക്കെ ഒരു പക്ഷെങ്കിൽ തലയണയായി വെക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു. അതൊന്നുമില്ലാതിരുന്നത് കൊണ്ടാണ് താൻ വനാന്തരത്തിൽ കിടക്കുമ്പോൾ ഒരു കല്ല് തലയണയായി വെച്ച് കിടന്നത്. എന്നാൽ താൻ രാത്രിയിൽ സ്വപ്നം കണ്ടതിലൂടെ അവിടെ ദൈവിക സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ യാക്കോബ് താൻ തലയണയായി വെച്ച കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തൻ്റെ കയ്യിൽ മറ്റൊന്നും കരുതിയില്ലെങ്കിലും അല്പം എണ്ണ കരുതിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 23 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നത് എന്താണ്? അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് ആത്മീയ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ എണ്ണ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതായ ഒരു വസ്തുവാണ്. നമുക്ക് മടങ്ങി വരാം. എലീശ പ്രവാചകൻ ഈ സഹോദരിയോട് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ വീട്ടിൽ കടക്കാർ വന്ന് നിന്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നതായ ഈ സമയത്ത് നിന്റെ വീട്ടിൽ നിനക്ക് എന്താണുള്ളത്? ആ സഹോദരി പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഈ സാഹചര്യത്തിൻ്റെ ആത്മീയമായ വശം നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം എന്താണ്? ആ സഹോദരി പറയുന്നത്, എൻ്റെ വീട്ടിൽ ആത്മീയമായ ഒരു വലിയ സ്വത്ത് ഞാൻ കരുതിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. മാത്രമല്ല പ്രവാചകൻ അവരോട് പറയുന്നത്, ചുറ്റുപാടുകളിലുള്ള ഭവനങ്ങളിൽ നിന്ന് വെറും പാത്രങ്ങൾ വാങ്ങിച്ച് ഈ സഹോദരി തൻ്റെ മക്കളോട് കൂടെ ഒരുമിച്ച് ഒരു മുറിക്കുള്ളിൽ കയറി കതകടച്ച് ഈ എണ്ണ വെറും പാത്രങ്ങളിലേക്ക് പകരുവാനായിട്ടാണ്. അവരെത്ര ഒരുമയോടുകൂടെയാണ് ആ കാര്യങ്ങൾ ചെയ്തത് എന്ന് രാജാക്കന്മാരുടെ 2 പുസ്തകം 4 അധ്യായത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നാണെങ്കിലോ പ്രിയമുള്ളവരെ, ഒരുമയില്ലാത്തതായ കുടുംബ സാഹചര്യങ്ങൾ, ആത്മീയമായ യാതൊരു അനുഗ്രഹങ്ങളുമില്ലാത്ത കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ഭവനത്തിനുള്ളിൽ പ്രാർത്ഥനയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ഒരുമിച്ചുള്ളതായ ഐക്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇന്നത്തെ കാലത്താണെങ്കിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു കാര്യം, അപ്പൻ്റെ മരണശേഷം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കാലശേഷം മക്കൾ തമ്മിൽ സ്വത്തിനു വേണ്ടിയുള്ളതായ കേസും വഴക്കുകളും ഒക്കെ അല്ലേ വാസ്തവത്തിൽ നടക്കുന്നത്. വാസ്തവത്തിൽ പ്രവാചകന്റെ അടുക്കൽ വന്ന ആ സഹോദരിയെ നാം മാതൃകയാക്കേണ്ടതായിട്ടുണ്ട്. അവർ തങ്ങളുടെ മക്കളെ നല്ല അനുസരണത്തിൽ വളർത്തിയതായ ഒരു മാതാവാണ്. മാത്രമല്ല ആത്മീയമായ ഒരു ഗൃഹാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ ആ സഹോദരിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യം വന്നപ്പോൾ ഓടി വരുന്നത് പ്രവാചകനായ ദൈവദാസൻ്റെ അരികിലേക്കാണ്. അവിടെ തൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്നവർ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഈ സമാനമായ സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം നാം ഓടിച്ചെല്ലുന്നത് എവിടേക്കാണ്? ആദ്യമായി നാം അന്വേഷിക്കുന്നത് ആരെയൊക്കെയാണ്? ഒരുപക്ഷെ നാം ബാങ്കുകളിൽ വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും വായ്പയായി പണം വാങ്ങുവാൻ ശ്രമിക്കും. എന്നാൽ അതിനു മുൻപായി മക്കളും ഒരുമിച്ച് ഒരു മുറിക്കുള്ളിലേക്ക് കടന്ന് പ്രാർത്ഥിക്കുവാനോ ദൈവസന്നിധിയിൽ ഈ കാര്യം സമർപ്പിക്കുവാനോ സാധിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? ഏതൊരാവശ്യത്തിന് മുഖത്തും പ്രാർത്ഥനയിലൂടെ ആ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ താല്പര്യമുള്ള, അതിന് സമർപ്പണമുള്ള, അതിൽ വിശ്വാസമുള്ള എത്ര കുടുംബങ്ങളുണ്ട്? എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുകയും എല്ലാ ആവശ്യങ്ങൾക്കും ദൈവമുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്ന എത്ര വ്യക്തിജീവിതങ്ങളുണ്ട്, എത്ര വിശ്വാസികളുണ്ട്? ഇന്ന രോഗത്തിന് ഇന്ന ഡോക്ടർമാർ ചികിത്സിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇന്ന ആവശ്യത്തിന് ബാങ്കുകാർ ലോൺ തന്നതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഞാൻ സാധിച്ചു എന്നൊക്കെ പറയുവാനാണ് നാം ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന ഡോക്ടറിലൂടെ ദൈവം പ്രവർത്തിച്ച് എനിക്ക് സൗഖ്യം ലഭിച്ചു എന്നോ, ഇന്ന ബാങ്കിലൂടെ ദൈവം എനിക്ക് ലോൺ അനുവദിച്ച് നൽകി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നോ ഒക്കെ പറയുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. ദൈവം നൽകി, എന്നെ സഹായിച്ചു, ദൈവം എൻ്റെ കുടുംബത്തിന് ആവശ്യങ്ങൾ നിറവേറ്റി തന്നു, ദൈവം ഞങ്ങളുടെ കയ്യിൽ പണം തന്നു എന്ന് പറയുവാൻ ശ്രമിക്കുന്ന ആളുകൾ വളരെയധികം ചുരുക്കമാണ് എന്ന് കാണുവാൻ കഴിയും. ആത്മീയമായ സമ്പത്തുള്ള ഗൃഹാന്തരീക്ഷത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാചകൻ ആ സഹോദരിയോട് ചോദിച്ചതുപോലെ, പറക നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ വീട്ടിലുള്ളതായ ആധുനിക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും എടുത്തു പറയുന്നതിന് മുൻപായി എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്, ദൈവിക സാന്നിധ്യമുണ്ട്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുവാൻ നമുക്കിടയായിത്തീരണം. അതാണ് കുടുംബങ്ങളുടെ അനുഗ്രഹം. അതാണ് കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവം പ്രവർത്തിക്കുവാനുള്ള ഏക വഴി. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ആത്മീയതയിലേക്ക് മടങ്ങി വരാം. ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളിലെ ആധുനിക സൗകര്യങ്ങൾ കണ്ടുകൊണ്ട്
സന്തോഷിക്കുവാനല്ല കർത്താവേ. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള ദൈവിക സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും അതുപോലെ തന്നെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ അതാത് സമയങ്ങളിൽ നിറവേറ്റുവാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുവാനുള്ളതായ ഒരു വലിയ പ്രതിബദ്ധത നൽകി എല്ലാവരെയും സഹായിക്കണമേ. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഭവനങ്ങളിലായിരിക്കാൻ എല്ലാ കുടുംബങ്ങളെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.